ഞാനിവിടെ തയ്യാറാക്കാൻ പോണത് മാങ്ങ അച്ചാറാണ്. അതിനുവേണ്ടി ഞാനൊരു 3 വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ തൊണ്ടൊന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതൊന്ന് നുറുക്കിയെടുക്കണം. കഷ്ണം മാങ്ങ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാനൊരു 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടീസ്പൂണുണ്ട്. സാധാരണ മുളക് പൊടി എരിവുള്ളത് ഒരു 2 ടീസ്പൂണോളം ഉണ്ട്. പിന്നെ ഉലുവയും കടുകും കൂടി ഞാൻ ചെറുതാക്കി ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത പൊടിയാണത്. ഇതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വിനാഗിരി 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. ഞാൻ വേറൊരു രീതിയിൽ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ സാധാരണയായിട്ട് ഞാൻ വീട്ടിലേക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാറ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അടുത്തായിട്ട് നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, ഒരു തണ്ട് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി കിട്ടട്ടെ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യണേ. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മുകളിൽ നിൽക്കാം.